ഫ്രണ്ട്സ്, പ്രൈസ് ഗോഡ്. ഈ അത്ഭുതം അത്ഭുതം എന്ന് പറഞ്ഞാൽ എന്താ? അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായി നമ്മുടെ സാധാരണ ബുദ്ധിക്ക് നിർവചിക്കാൻ പറ്റാത്ത വിധം ഒരു സംഭവം നടക്കുമ്പോൾ അതിനെ അത്ഭുതമായി പരിഗണിക്കുന്നത്. ഓക്കെ, ഉദാഹരണത്തിന് ഡോക്ടർ എഴുതി ഒപ്പിട്ട് കൊടുത്തു, ഈ വ്യക്തി ഇനി നടക്കില്ല, ജന്മനാ മുടന്തനാണ്. എന്നാൽ നടക്കുന്നു. ഉരുളുപൊട്ടി ആ ദേശം മുഴുവനും ബാധിച്ചു, നഷ്ടത്തിലായി. പക്ഷെ ഒരു വീട് മാത്രം ഒന്നും പറ്റാതെ, വെള്ളം കയറാതെ അത് സുരക്ഷിതമായി നിൽക്കുന്നു. അത്ഭുതം. ഒരു ആക്സിഡന്റ് നടന്നു, കാല് മുറിഞ്ഞുപോയി. അപ്പോൾ നമ്മൾ സാധാരണ എന്നാ ചെയ്യും? ഹോസ്പിറ്റലിൽ പോവും, തുന്നിച്ചേർക്കും, സർജറി ചെയ്യും, അല്ലെ? പക്ഷെ ഇവിടെ കാലിനെ തമ്മിൽ യോജിപ്പിച്ചു ഒരു കുരിശ് വരച്ചപ്പോൾ പ്രശ്നം സോൾവ് ആയി, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ഇതൊക്കെ അത്ഭുതമാണ്. ഇതുപോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വലിയ കാര്യങ്ങള് ദൈവത്തെ സ്നേഹിച്ച് ചെയ്ത ഒരു വിശുദ്ധനുണ്ട്. ആ വിശുദ്ധന്റെ പേരാണ് വിശുദ്ധ ആന്റണി. നമുക്കറിയായിരിക്കും പാതുവയിലെ വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ. ഈ വിശുദ്ധന് ഒത്തിരി പ്രത്യേകതകളുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ വിശുദ്ധ നഷ്ട വസ്തുക്കളുടെ മധ്യസ്ഥൻ എന്ന് അറിയപ്പെടുന്നത്. മാത്രമല്ല, നമ്മുടെ നാവില്ലേ, നാവ് മാംസം മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ നാവ് ശരീരത്തിന്റെ ബാക്കി എല്ലാ ഭാഗങ്ങളും അഴുകിപ്പോയി, ചീഞ്ഞുപോയി. പക്ഷെ നാവ് മാത്രം നൂറ്റാണ്ടുകളോളം അഴുകാതെ ഇരിപ്പുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഇനി ഒരു ദൈവത്തെ കയ്യിലെടുത്ത് കളിപ്പിക്കുക, ലാളിക്കുക, തോളിലിടുക എന്നൊക്കെ പറയുന്നത് ചിന്തിക്കാൻ പറ്റുമോ? പക്ഷെ ഈ വിശുദ്ധൻ അത് പറ്റി. ഇനി ഇദ്ദേഹത്തിന്റെ നാമകരണം, അതായത് വിശുദ്ധ പദവിക്ക് ഉള്ള ശുശ്രൂഷ കർമ്മങ്ങളുണ്ട്. അത് റോമിലാണ് നടക്കുന്നത്, റോമില്. പക്ഷെ ഇങ്ങ് ഇദ്ദേഹത്തിന്റെ ജന്മനാട് പോർച്ചുഗലിലാണ്, ലിപ്സണിലാണ്. ഓക്കെ, അവിടെ ഈ ശുശ്രൂഷ നടക്കുമ്പോൾ ഇവിടെ ആരും അടിക്കാതെ തന്നെ പള്ളിമണികൾ അടിച്ചു. അത്ഭുതമല്ലേ? ഇതുപോലെ ജീവിച്ചിരുന്ന കാലത്ത് വെറും 37 വർഷം ജീവിച്ചിരുന്നുള്ളൂ. 37-ാം വയസ്സിൽ മരിച്ചു. അതും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? എത്ര കാലം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നു എന്നല്ല, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിശുദ്ധന്റെ കുറച്ച് സംഭവങ്ങൾ, ഒരു 3 അത്ഭുതം പറഞ്ഞു തരാം. ഒന്നാമത്തെ അത്ഭുതം, ആദ്യത്തെ അത്ഭുതം, ഈ അന്തോണി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. ആരുടെ? മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഭീകര രൂപം, ഒരു ബ്ലാക്ക് രൂപം പ്രത്യക്ഷപ്പെടും. ആരായിരിക്കും? സാത്താൻ. ഓക്കെ, അപ്പൊ ഈ അന്തോണീസ് ഒരു കുരിശ് വരയ്ക്കുമ്പോൾ, മാർബിളിൽ ഒരു കുരിശ് വരയ്ക്കുമ്പോൾ അത് അപ്രത്യക്ഷമാണ്. അപ്പൊ ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്താ? ഒരു കുരിശിന്റെ വില, ഒരു പവർ. അപ്പൊ എൻ്റെ പ്രിയ മക്കളെ, നമ്മുടെ ശരീരം നിരന്തരം കുരിശിട്ട് മുദ്രിതപ്പെടുത്തണം. അതിൽ നാണക്കേടൊന്നും വിചാരിക്കരുത്. നമ്മുടെ വീട്, നമ്മുടെ വസ്തുക്കളൊക്കെ കുരിശിൽ മുദ്ര വെച്ച് ദൈവത്തിന് ഉടമസ്ഥാവകാശം കൊടുക്കണം. അപ്പോൾ എത്ര ബ്ലാക്ക് മാൻ വന്നാലും നമുക്ക് തന്നെ അട്ടിപ്പായിക്കാൻ പറ്റും. ഇനി രണ്ടാമത്, 16-ാം വയസ്സിൽ, അതായത് ചിന്തിച്ചു നോക്കിയ ഒരു +2 പഠിക്കുന്ന സമയത്താണ് അടുത്ത അത്ഭുതം ചെയ്യുന്നത്. അതായത് തളർന്നു കിടക്കുന്ന, വടിയൊക്കെ വെച്ച് നടക്കുന്ന ഒരു അമ്മാമ്മയെ ഈ കുഞ്ഞു പയ്യൻ സുഖപ്പെടുത്തും. ഓക്കെ, ഇനി വേറൊരു സംഭവം എന്ന് പറയുമ്പോൾ, ഈ വിശുദ്ധൻ ജീവിച്ചിരുന്ന നാളുകളിലൊക്കെ മതനിന്ദയും നിരീശ്വരവാദവും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു വേറൊരു വേർഷൻ. ഓക്കെ, അപ്പൊ ഈ അവര് വചനം പഠിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പ്രാവീണ്യമുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും ആൾക്കാർക്കൊന്നും കേൾക്കണ്ട. അപ്പൊ വിശുദ്ധൻ എന്താ ചെയ്തതെന്ന് അറിയാമോ? കടൽക്കരയിൽ പോയി വചനം പ്രസംഗിക്കും. നമ്മൾ മനുഷ്യരോട് സംസാരിക്കില്ലേ, ഈശോ സ്നേഹമാണ്, ഈശോ നിന്നെ സൃഷ്ടിച്ചു, സ്നേഹിക്കണം എന്ന് പറയുന്നത് പോലെ മീനുകളോട് സംസാരിക്കാം. മീനുകളോട് പറയും, അല്ലയോ മീനുകളെ, നിങ്ങൾക്ക് എത്ര നല്ല സൗകര്യമാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. സ്വതന്ത്രമായി വിഹരിക്കാം, ശത്രുക്കളെ പേടിക്കാതെ ജീവിക്കാം. പിന്നെ മീനിന്റെ വായിൽ നിന്നാണ് കോവിനെടുത്ത് റോമാക്കാർക്ക് കൊടുത്തത്. പഴയ നിയമത്തില് തോബിയാസിന്റെ പപ്പയെ, തോബിത്തിന്റെ കണ്ണ് സുഖപ്പെടുത്തിയത് മീനിന്റെ കരല് കൊണ്ടാണ്. അങ്ങനെ നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി എന്തുമാത്രം കാര്യങ്ങളാണ് സഹായിച്ചത്, ഭാഗ്യമുള്ളവരാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് വിശുദ്ധ വചനം പ്രഘോഷിക്കുമ്പോൾ മീനുകൾക്ക് ഭയങ്കര സന്തോഷമായി. അവരെല്ലാം ഇങ്ങനെ കടലിന്റെ വെള്ളത്തിന് മീതെ നിന്ന് അവര് കേൾക്കുമായിരുന്നു. അവര് തുള്ളിക്കളിക്കുന്നു, അവസാനം ബ്ലെസ്സിങ് കൊടുക്കുമ്പോൾ പോകുന്നു. ഇത് കണ്ടു നിന്ന അന്ധവിശ്വാസികളും നിരീശ്വരവാദികളൊക്കെ ദൈവത്തിൽ വിശ്വസിക്കും.
ഓക്കെ, മറ്റൊരു അത്ഭുതം, തിരുവോസ്തിയിൽ ഈശോ ഉണ്ടോ, ഡൗട്ടുണ്ടോ എന്ന ഈ വിശുദ്ധന്റെ ജീവിതം നമുക്കത് പറഞ്ഞു തരും. സജീവ സാന്നിധ്യം. ഞാൻ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് അതുപോലെ വിശുദ്ധൻ തിരുവോസ്തിയില് ദൈവമുണ്ടെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഒരു അത്ഭുതത്തിലൂടെ. അപ്പോൾ അന്നത്തെ കാലത്ത് ഒക്കെ ഒരു നിരീശ്വരവാദി, മതത്തെയൊക്കെ നിന്ദിക്കുന്ന ഒരു ധനവൻ, പണം കൂടി വന്നാൽ നമുക്ക് അഹങ്കാരം കൂടുമല്ലോ. അപ്പൊ ഈ പുള്ളി വിശുദ്ധനോട് വന്ന് പറയും, നീ പറയുന്ന ഈ അപ്പത്തിൽ ദൈവം ഉണ്ടെന്ന്, നമുക്കത് ടെസ്റ്റ് ചെയ്യാം, ഞാനൊരു ചലഞ്ച് തരും, അത് ചെയ്താൽ ഓക്കെ, ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഈ ദൈവത്തിൽ വിശ്വസിക്കാം. അപ്പൊ ചലഞ്ചാണെങ്കിലോ ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചലഞ്ചാണ്. അതായത് എൻ്റെ വീട്ടില് ഒരു കഴുതയുണ്ട്, കഴുതയെ 3 ദിവസം ഞാൻ പട്ടിണിക്കിടും, ഒന്നും കൊടുക്കത്തില്ല. എന്നിട്ട് ഞാൻ ഒരു പൊതു മൈതാനത്ത് കൊണ്ടുവരും, ധാന്യവുമായിട്ട് വരും. നീ വിശ്വസിക്കുന്ന ആ അപ്പവും കൊണ്ട് നീ വാ, ഈ അപ്പത്തിന്റെ മുമ്പില് ഈ കഴുത വണങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും വിശ്വസിക്കും. ചലഞ്ച്, ഭയങ്കര ചലഞ്ചല്ലേ. വിശുദ്ധൻ പ്രാർത്ഥിച്ചിരുന്നു. വിശുദ്ധൻ ഏത് അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ് നന്നായി പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ. അതിനർത്ഥം നമ്മൾ നന്നായി പ്രാർത്ഥിച്ചാൽ വലിയ കാര്യങ്ങൾ ഈ എളിയവരിലൂടെയും സംഭവിക്കും എന്നല്ലേ. ഓക്കെ, അപ്പൊ ആ ദിവസം വരുന്നു, ഒരു പൊതു മൈതാനത്ത് കൊണ്ടുവരുന്നു, നാട് മുഴുവൻ ആൾക്കാരൊക്കെ ചുറ്റും കൂടി. അപ്പൊ അദ്ദേഹം ഈ കഴുതയ്ക്ക് ധാന്യം കൊടുക്കുന്നു, അത് ആർത്തിയോടെ കഴിക്കാൻ പോയി. അതേസമയം വിശുദ്ധൻ ഈ തിരുവോസ്തി കൊണ്ടുവരുന്നു. എന്നിട്ട് കഴുതയോട് പറയുന്നു, അല്ലയോ കഴുതേ, നിന്റെ സൃഷ്ടാവിനെ വണങ്ങ്, മുട്ടും മടക്കി വണങ്ങ്, ലോകത്തിന്റെ പാപങ്ങൾ നിന്ന ദിവ്യ കുഞ്ഞാടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. പറയുമ്പോ കഴുത ധാന്യം ഉപേക്ഷിച്ച് മുട്ടുമടക്കി തല കുമ്പിട്ട് ആരാധിക്കും. ഇത് കണ്ടു നിന്ന ജനങ്ങളെല്ലാം ഈശോയിൽ വിശ്വസിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ഡൗട്ടും കൂടാതെ നമ്മുടെ ദൈവത്തെ ആരാധിക്കണം. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലോ, എന്ത് സ്വപ്നം ഉണ്ടെങ്കിലോ, എന്ത് കാര്യത്തിനും നമ്മൾ ഒട്ടി ഇരിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും നോക്കേണ്ടതും ആരെയാ? തിരുവോസ്തിയിലെ ഈശോയെ. അപ്പൊ ഈശോ അവിടെ ഉണ്ട്, നമ്മളെ കാണാൻ വരുന്നതാണ്. ഇനി ഒരു സംഭവം കൂടി പറഞ്ഞുതരാം. സംഭവം വേണോ? കടൽക്കരയിലെ പറഞ്ഞു, ധനവാന്റെ കാര്യം പറഞ്ഞു, ഇനി ഉണ്ണീശോയുടെ കാര്യം കൂടി പറഞ്ഞുതരാം. ഉണ്ണീശോ ഒരിക്കല് സെയിന്റ് ആന്റണി റൂമിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ കൂട്ടുകാരൻ നോക്കുമ്പോൾ റൂമിൽ ഭയങ്കര വെളിച്ചം. അദ്ദേഹം എന്നാ ചെയ്യും? കീ ഹോളിലെ, നമ്മളെ ഡോറിന്റെ കീ ഹോളിലൂടെ നോക്കുമ്പോ ഉണ്ണീശോയെ കളിപ്പിക്കുക. അപ്പൊ അദ്ദേഹം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഈ കൂട്ടുകാരൻ ചോദിക്കും, എന്താ ആന്റണി ഇതൊക്കെ? അപ്പൊ സംഭവങ്ങളെല്ലാം ക്ലാരിഫിക്കേഷൻ കൊടുക്കും. എന്നിട്ട് ആന്റണി പറയും, നീ ഇതാരോടും പറയരുത്. അങ്ങനെ ഈ കൂട്ടുകാരൻ വാക്കുപാലിക്കുന്നു. ആന്റണിയുടെ മരണത്തിന് ശേഷമാണ് ഈ കഥ പുറത്തു വരുന്നത്. അങ്ങനെ ഈ ഒരു കുഞ്ഞു ജീവിതത്തിലൂടെ 37 വയസ്സേ ജീവിച്ചുള്ളൂ, അത്രയും കാലം വലിയ കാര്യങ്ങൾ, ചിന്തയ്ക്കും ബുദ്ധിക്കും അതീതമായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തെ കൂട്ടുപിടിച്ച് ചെയ്തു. പ്രിയമുള്ളവരെ, ആ വിശുദ്ധന്റെ മാധ്യസ്ഥം നമുക്കും അപേക്ഷിക്കാം. ഈ കാലഘട്ടത്തിൽ മതനിന്ദയും നിരീശ്വരവാദവും ഒക്കെ കൂടി വരുന്ന കാലത്ത് നമുക്ക് ഈശോയുടെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ഒത്തിരി മക്കളെ ഈശോയിലേക്ക് നമുക്ക് അടുപ്പിക്കാം. അപ്പൊ കുരിശ് വരച്ച് മുദ്രിതപ്പെടുത്താൻ മറക്കരുത്. തിരുവോസ്തി ആരാധിക്കാൻ മറക്കരുത്. ദൈവം ഇന്നും ജീവിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.